എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ പണ്ടൊക്കെ നമ്മുടെ അമ്മമാരൊക്കെ നമുക്ക് ഉണ്ടാക്കി തന്നിരുന്ന തനി നാടൻ കോഴി വറുത്തരച്ചതാണ്. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്നതും നമ്മുടെ അമ്മമാരുടെ കൈപ്പുണ്യം നമ്മൾ മറക്കാത്തിടത്തോളം കാലം ഈ ഒരു കറിയുടെ സ്വാദ് എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടും. എന്റെ ചെറുപ്പകാലത്ത് നമ്മുടെ അമ്മമാര് നമുക്ക് പഠിപ്പിച്ചു തന്നിരുന്ന പാചകങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ ഓരോ വീഡിയോയിൽ കൂടെ കാണിച്ചു തരുന്നത്. ഒരു കറി തയ്യാറാക്കി എടുക്കാൻ വളരെ എളുപ്പമാണ്, എങ്കിൽ തന്നെയും അപാര രുചിയാണ് കേട്ടോ. ആദ്യമായിട്ട് പാചകം പഠിച്ചു തുടങ്ങിയ നമ്മുടെ കുട്ടികൾക്കും ഇപ്പോൾ നാടൻ പാചകങ്ങളൊക്കെ തയ്യാറാക്കി കഴിക്കാൻ ഇഷ്ടമുള്ള എന്റെ കൂട്ടുകാർക്കും ഈ ഒരു റെസിപ്പി ഒരുപാട് തന്നെ ഇഷ്ടപ്പെടും. നമ്മുടെ വീട്ടില് ഉണ്ടാക്കുന്ന ഏതൊരു ഫുഡിന്റെ ഒപ്പം വിളമ്പാനും സൂപ്പർ കറിയാണ്. ഇനിയിപ്പോ കപ്പയുടെ ഒക്കെ ഒപ്പം കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ്. പുട്ട്, ചോറ്, ചൂട് ചോറിനൊപ്പമാണ് കേട്ടോ ഈ ഒരു കറി നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു തനി നാടൻ കോഴി വറുത്തരച്ചത് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കാണാം. നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറെ ലൈക്കൽ തരാൻ മറക്കല്ല കേട്ടോ കൂട്ടുകാരെ. കാരണം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്കൽ തരാൻ മറന്നു പോകുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് നമ്മുടെ വീഡിയോസ് മറ്റുള്ള ആൾക്കാരിലേക്ക് എത്തിപ്പെടുന്നതും. അപ്പോൾ നമുക്കുടൻ തന്നെ നമ്മുടെ വീഡിയോ കണ്ടു നോക്കിയാലോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ കോഴി വറുത്തരച്ചത് തയ്യാറാക്കി എടുക്കാനും വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ അളവിലാണ് കോഴി എടുത്തിട്ടുള്ളത്. നമുക്കിന്ന് കിട്ടിയിട്ടുള്ളത് നാടൻ കോഴിയൊന്നും അല്ല, ബ്രോയിലർ ആണ്. അപ്പോൾ കഴുകി വൃത്തിയാക്കി ഇതിന്റെ വെള്ളം എല്ലാം കളഞ്ഞു വെച്ചിരിക്കുവാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു മാരിനേഷൻ ഉണ്ട്. അതിനായിട്ട് ഒരു 50 ഗ്രാം അളവില് കൊച്ചുള്ളി നമുക്കിതിലേക്ക് ചേർക്കാം. കൊച്ചുള്ളി കട്ട് ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോ കട്ട് ചെയ്തിട്ടില്ല, അങ്ങനെ തന്നെ ചേർക്കുന്നുണ്ട്. കൊച്ചുള്ളി ചേർത്ത് കഴിഞ്ഞാൽ നമുക്കൊരു 5ഓളം പച്ചമുളക് കട്ട് ചെയ്ത് ചേർക്കാം. പച്ചമുളക് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഉപ്പ് ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കണം. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. നമ്മൾ വീട്ടിൽ തന്നെ പൊടിപ്പിക്കുന്ന മഞ്ഞൾപ്പൊടി ആയതുകൊണ്ടിട്ടാണ് ഞാൻ കൂടുതൽ അളവിൽ ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ചിക്കന് ഒരു സോഫ്റ്റ്നെസ് ഒക്കെ കിട്ടുന്നതിനായിട്ട് ഒരു സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് കൈകൊണ്ട് നമ്മുടെ ചിക്കൻ ഒന്ന് കുഴച്ചെടുക്കാം. വളരെ സ്വാദേറിയ നല്ലൊരു കറിയാണ്. എല്ലാവരും വീടുകളിൽ തയ്യാറാക്കി നോക്കണം കേട്ടോ. നമ്മൾ ഒരുപാട് മസാലകളൊക്കെ ചേർത്ത് തയ്യാറാക്കുന്നതിനേക്കാളും നല്ലത് നമ്മുടെ കാരണന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന പാചകങ്ങൾ ചെയ്യുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. ഒരുപാട് സോസുകളൊക്കെ ചേർത്ത് കറികളൊക്കെ തയ്യാറാക്കി കഴിക്കുന്ന സമയത്ത് ഇതുപോലൊരു നാടൻ കറി നിങ്ങൾ എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കണേ. നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് നല്ല നല്ല വീഡിയോസ് ഒക്കെ നിങ്ങളിലേക്ക് വീണ്ടും എത്തിക്കാനായിട്ടൊരു പ്രചോദനം കൂടി ആകുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള നാളികേരം ഒന്ന് തിരുമിയെടുക്കാം. അങ്ങനെ നമ്മുടെ കോഴിക്കറിയുടെ പാചകത്തിനായിട്ട് ഞാൻ ഇതുപോലൊരു നാളികേരമാണ് തിരുമിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരു 5 ഏലക്ക ചേർക്കാം. നമുക്ക് ഈ ഒരു നാടൻ കറികളൊക്കെ ആവുമ്പോൾ അധികം മസാലകളൊന്നും വേണ്ട. പെരിഞ്ചീരകവും കുരുമുളകുമാണ് നമുക്കിതിലേക്ക് കൂടുതലായിട്ട് ആവശ്യമായിട്ടുള്ളത്. ഞാനിപ്പോൾ 2 ടീസ്പൂൺ അളവിലാണ് പെരിഞ്ചീരകം എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ തന്നെ കുരുമുളക് കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ കുരുമുളകും പെരിഞ്ചീരകവുമാണ് ഞാൻ കൂടുതൽ അളവിൽ എടുത്തിട്ടുള്ളത്. ഇനി വേണ്ടത് 1 പിടി കറിവേപ്പിലയാണ് കേട്ടോ. കറിവേപ്പില കൂടുതൽ അളവിൽ തന്നെ എടുക്കാം. നിങ്ങളുടെ കൈവശം മുഴുവൻ മല്ലിയൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കുക, അതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ കയ്യിൽ മുഴുവൻ മല്ലിയൊക്കെ ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് ആ ഒരു മല്ലി ഇട്ട് കഴിയുമ്പോഴേക്കും അതിന്റെ കണക്ക് കറക്റ്റ് ആയിട്ട് അറിയാതെ പോകും. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ മല്ലിപ്പൊടി ചേർത്താണ് തയ്യാറാക്കി എടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി, ഇത്രയും വലിപ്പത്തിലുള്ള വെളുത്തുള്ളിയും ഇതുപോലത്തെ ചെറിയ കഷ്ണം ഇഞ്ചിയും ആവശ്യമായിട്ടുണ്ട്. നമുക്ക് നാളികേരം ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാൻ ചൂടായി കഴിഞ്ഞാൽ നാളികേരം ചേർക്കാം. നമുക്ക് നാളികേരം ഒന്ന് വറുത്തെടുക്കാം. നാളികേരത്തിലെ വെള്ളമയൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് വേണമെങ്കിൽ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഞാനിന്ന് വെളിച്ചെണ്ണ ഒന്നും തന്നെ ഒഴിക്കുന്നില്ല, അല്ലാതെ തന്നെയാണ് ഞാനിന്ന് അരച്ചെടുക്കാനും പോകുന്നത്. അപ്പോൾ നമ്മുടെ നാളികേരം ഇതേ രീതിയിലേക്കൊന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മളിതിലേക്ക് എണ്ണ ഒന്നും തന്നെ ഒഴിക്കാതെ തന്നെയാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു സമയത്ത് നമുക്ക് കറിക്ക് ആവശ്യമായ മസാലപ്പൊടികൾ ഒന്ന് എടുത്ത് വെക്കാം. 3 സ്പൂൺ അളവില് മല്ലിപ്പൊടി, 1.5 സ്പൂൺ അളവില് എരിവെള്ള മുളക് പൊടി, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി ഞാൻ വീണ്ടും എടുത്തിട്ടുള്ളത് ഞാൻ പറഞ്ഞു നമ്മുടെ വീട്ടിൽ പൊടിക്കുന്ന പൊടിയായതുകൊണ്ട് വളരെ തന്നെ കളർ കുറവായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും തന്നെ എടുത്തിട്ടുള്ളത്. നമ്മൾ പാക്കറ്റൊക്കെ വാങ്ങുവാണെങ്കിൽ ഇത്ര എടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. ഇതേ ഒരു രീതിയിലേക്ക് ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട്.
ഒന്നുകൂടെ മുരിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് പൊടികളും കൂടി ചേർത്തിട്ട് വേണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ നാളികേരം ഈ ഒരു രീതിയിലേക്കൊന്ന് മുരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇതേ ഒരു പാകമാകുമ്പോൾ നമുക്ക് എടുത്തിട്ടുള്ള മസാലപ്പൊടികൾ ചേർക്കാം. പൊടികൾ ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷമായിരിക്കണം ഇനി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. ഇനി നല്ലതുപോലെ ഒന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് പൊടികളൊന്ന് മൂപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മസാല ഇവിടെ റെഡിയാണ്. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കാം. ഈ പാനിൽ തന്നെ ഇതുപോലെ വറുത്തത് വെച്ചിരിക്കുവാണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. 1 മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചൂടാറി കിട്ടുകയും പൊടികളൊന്നും കരിയാതെ തന്നെ കിട്ടുകയും ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ഉടൻ തന്നെ കറി തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ടൊരു ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കാം. ഇത് തുടങ്ങിയിട്ടുണ്ട്. പൊട്ടിക്കഴിയുമ്പോഴേക്കും നമുക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചേർക്കാം. ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചേർക്കാം. കറിവേപ്പിലയും വറ്റൽമുളകും നല്ലതുപോലെ മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വറവൊന്ന് കോരി മാറ്റി വയ്ക്കാം. ഇനി ഇതേ എണ്ണയിലേക്ക് നമ്മൾ നേരത്തെ കാണിച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചും ചേർക്കാം. ഇനി ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ചെറുതായിട്ട് മുരിഞ്ഞു വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 2 സവാള കട്ട് ചെയ്തത് കൂടി ചേർക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും ആദ്യമേ തന്നെ ഇതുപോലെ ഒന്ന് മൊരിയിച്ച് കഴിയുവാണെങ്കിൽ ഇതൊന്നും അടിയിൽ പിടിക്കാതെ തന്നെ നമുക്ക് വഴറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 സവാള കട്ട് ചെയ്തത് ചേർക്കാം. അത്യാവശ്യം വലിപ്പത്തിലുള്ള സവാളയാണ് കേട്ടോ, അധികം വലിപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. സവാള ചേർത്ത് കഴിഞ്ഞാൽ ഇതെല്ലാം കൂട്ടിച്ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. സവാള നല്ലപോലെ മുരിഞ്ഞ് കിട്ടണം. അതേ പാകമാകുന്നത് വരെയും വഴറ്റിയെടുക്കാം. നമ്മുടെ സവാള ഇപ്പോൾ വഴറ്റാൻ തുടങ്ങിയിട്ട് ഒരു 3 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതേ ഒരു പാകത്തിൽ സവാള ഒന്ന് വാടിയും വന്നിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസുകളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഈ ഫുൾ ഫ്ലെയിം വെച്ച് കൊടുത്തിട്ട് പീസുകളൊന്ന് ഇതേ എണ്ണയിലിട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം. ചിക്കൻ ഇതുപോലെ വഴറ്റിയെടുക്കുമ്പോൾ ഇതിൽ നിന്ന് ധാരാളം വെള്ളമെല്ലാം വന്ന് തുടങ്ങും. ആ ഒരു സമയം വരെയാണ് നമുക്ക് വഴറ്റിയെടുക്കേണ്ടത്. നമ്മുടെ ചിക്കൻ വഴറ്റാൻ തുടങ്ങിയിട്ട് ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇതേ ഒരു പാകത്തിലേക്കൊന്ന് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് ഒന്ന് മൂടി വെച്ച് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ ചിക്കനിൽ ധാരാളം വെള്ളം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മൂടി വെച്ച് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഒരു 2 മിനിറ്റ് നേരം നമുക്ക് ഫുൾ ഫ്ലെയിമിലാണ് മൂടി വെച്ച് കൊടുക്കേണ്ടത്. അതിനുശേഷം മൂടി തുറന്ന് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് വേണം കഷ്ണങ്ങൾ വേവിച്ചെടുക്കാനായിട്ട്. ചിക്കൻ വേവിക്കാൻ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നാളികേരം ഒന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ കറിയുടെ സ്വാദ് കൂട്ടുന്നതിനായിട്ട് 1 പിടിയോളം കാഷ്യൂസ് കൂടെ ചേർത്ത് വേണം ഈ ഒരു ഗ്രേവി ഒന്ന് അരച്ചെടുക്കാനായിട്ട്. അരയ്ക്കുന്നതിന് മുമ്പായിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വെള്ളം ചേർത്ത് നല്ല പോലെ ഒന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഇപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുള്ളത്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവില് പെരിഞ്ചീരകം കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർത്തിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ചെറിയ ചൂടുള്ള വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഒന്ന് നല്ല പോലെ അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ നമ്മുടെ മസാല ഇതേ രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ പീസുകളൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ധാരാളം വെള്ളവും വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ ഇളക്കിയൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ അരച്ചു കൊണ്ടുവന്നിട്ടുള്ള അരപ്പ് കൂടെ ചേർക്കാം. അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അരപ്പും ചിക്കൻ പീസുകൾ കൂടി ചേർത്ത് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും ഫുൾ ഫ്ലെയിമിലേക്ക് വെച്ചു കൊടുക്കാം. മസാല എല്ലാം ചിക്കൻ പീസുകളിലേക്ക് ഒന്ന് പിടിച്ച് കിട്ടുന്ന രീതിയിലേക്ക് നമുക്ക് ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. വീണ്ടും മൂടി വെച്ച് തന്നെ വേവിച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്തിട്ടുണ്ട്. വീണ്ടും ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ നല്ല ഗ്രേവിയോട് കൂടി തന്നെയാണ് നമ്മുടെ കറിയുടെ ആയിട്ടുള്ളത്. ഇനി കുറച്ചുകൂടെ നമുക്ക് വെള്ളം ചേർക്കേണ്ടതുണ്ട്, കാരണം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കേണ്ടതാണ്. 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വീണ്ടും നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്നുകൂടെ കഷ്ണങ്ങൾ മൂടി വെച്ച് വേണം വെച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഈ കറി ഒന്ന് മൂടിയും കൂടെ വെച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രേവി എല്ലാം ചേർത്തിട്ട് കറി നന്നായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇനി ഈ പാത്രത്തിൽ നിന്നും മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അതേ പാത്രത്തിലേക്ക് മാറ്റാം.
ഞാൻ നമ്മുടെ കറി ഇളക്കിയെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പാത്രത്തിൽ കറി തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇനി ചെറിയ തീയിലിരുന്നാണ് നമ്മുടെ കറി ഒന്ന് സെറ്റായി കിട്ടേണ്ടത്. അതിനായിട്ടാണ് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നത്. ഇനി നമുക്കൊരു 5 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് മൂടി വെച്ച് വേണം ഒന്ന് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ കറി ഇതുപോലെ പാനിലേക്ക് പകർത്തിയിട്ട് ഒരു 5 മിനിറ്റ് നേരം ചെറിയ തീയിൽ വെച്ച് ഒന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് മൂടി ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ കറി ഇതേ ഒരു പാകത്തിലേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എൻ്റെ കൂട്ടുകാരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്രയും രുചികരമായ നല്ലൊരു നാടൻ കറിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ കറിയുടെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യണേ. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ മെമ്പർ ആകാനും മറക്കരുത്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല നാടൻ റെസിപ്പികളൊക്കെ ആയിട്ട് അടുത്ത ദിവസം ഓടിയെത്താം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.